ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ക്ലാസ് റൂം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇപ്പോൾ ശാസ്ത്രമേളയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ പേപ്പർ ക്രാഫ്റ്റിന് പേര് കൊടുത്തിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട് കേട്ടോ. അത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാലാണ് ഞാൻ എപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ പേപ്പർ ക്രാഫ്റ്റ് അഥവാ വർണ്ണക്കടലാസ് കൊണ്ടുള്ള വിവിധ പ്രവർത്തനങ്ങൾ. അപ്പോൾ LP UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി മൊത്തത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ പേപ്പർ ക്രാഫ്റ്റിൽ എന്തൊക്കെ മെറ്റീരിയൽസാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ആദ്യം പറയാം. ടിഷ്യൂ പേപ്പർ, ക്രേപ്പ്, വാണിഷ്, വെൽവെറ്റ്, ഫിനിക്സ് തുടങ്ങിയ വിവിധ ഇനം കടലാസുകൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ ചുറ്റുഭാഗത്തും അഥവാ പ്രകൃതിയിലൊക്കെ കാണുന്ന പൂക്കളോടും ഇലകളോടും സാദൃശ്യമുള്ള പൂക്കളും ഇലകളൊക്കെ നിർമ്മിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഏതെങ്കിലും ഒരു ഉൽപ്പന്നത്തെ ലക്ഷ്യമാക്കി കടലാസ് മുറിച്ച് രൂപപ്പെടുത്തി കൊണ്ടുവരാൻ പാടില്ല. അതായത് നിങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയത് കൊണ്ടുവരാൻ പാടില്ല. പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള വസ്തുക്കളും ഉപകരണങ്ങളും അതായത് മെറ്റീരിയൽസ് എല്ലാം തന്നെ മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾ കൊണ്ടുവരേണ്ടതാണ് കേട്ടോ. പ്രദർശനത്തിന് ലളിതമായിട്ടുള്ള അതായത് സിമ്പിളായിട്ടുള്ള പൂപാത്രങ്ങൾ അഥവാ ഫ്ലവർ വേസുകൾ മാത്രം ഉപയോഗിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഡ്രോയിങ്ങിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഫ്രീ ആയിട്ടായിരുന്നു ക്ലാസ്. തൽക്കാലം അത് ക്ലോസ് ചെയ്യുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ കൊറോണ കാലത്ത് തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഒത്തിരി പേര് പഠിക്കാനുണ്ട് ഫീ തന്നിട്ട് കേട്ടോ. അധികവും നമുക്ക് എബ്രോഡുള്ള കുട്ടികളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും കുട്ടികൾ ഫീ തന്നിട്ട് പഠിക്കാൻ ഉണ്ടായിട്ട് കൂടി 1-2 കുട്ടികളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കേട്ടത് കൊണ്ടാണ് നമ്മൾ 3-4 മാസം മുമ്പൊക്കെ ഫ്രീ ആയത്. ഫ്രീ ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇത്തിരി വിശാല മനസ്കത കൂടിയത് കൊണ്ടാണ് കേട്ടോ. തൽക്കാലം അത് ക്ലോസ് ചെയ്യാണ്. ഒത്തിരി വീഡിയോയ്ക്ക് താഴെ പലരും കമൻറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ റിപ്ലൈ ഇടുന്നത് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോസിറ്റീവാണ് ഗതി, പക്ഷേ നെഗറ്റീവാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ പോലെ തന്നെ ഫീ തന്നിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർ മാത്രം കോണ്ടാക്റ്റ് ചെയ്യുക. പിന്നെ ഒത്തിരി പേര് ഇങ്ങനെ ക്ലാസ്സുകൾ എടുത്തിട്ട് മാത്രം ജീവിക്കുന്നവരുണ്ട്. അവർക്ക് കൂടി നമ്മൾ ക്ലാസ്സുകൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. പുറത്ത് പോയിട്ട് ഫീ തന്ന് പഠിക്കുന്ന കുട്ടികളോട് ചോദിക്കുക എത്ര ഫീ ഉണ്ട് എന്നുള്ളത്. കാരണം ഇവിടെ ഹോംവർക്ക് ചെയ്യൂല, ഒന്നുമില്ല. നമ്മൾ എന്താ പറയുക, നമുക്ക് പല കാരണങ്ങളാണ് ഹോംവർക്ക് ചെയ്യാതിരിക്കാനും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാതിരിക്കാനൊക്കെ. കാരണം നമുക്ക് എന്തും വെറുതെ കിട്ടിയാൽ അതിനൊരു വാല്യൂ ഇല്ലല്ലേ. എന്തിനാണ് നല്ലൊരു കലയെ നമ്മൾ വെറുതെ ഇത്തരം തരം താന്ന ലെവലിലേക്ക് എത്തിക്കുന്നത്? അതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഞാനിത് ക്ലോസ് ചെയ്യുന്നത് കേട്ടോ.